we have finished with the endoskeletal structures of the pigeon. ഇനി നമ്മൾ ഇതിലുള്ള ഓരോ സിസ്റ്റംസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബേർഡ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മസ്കുലാർ സിസ്റ്റം. കാരണം ഫ്ലൈയിങ് എന്ന് പറയുന്നത് മറ്റു ഓർഗാനിസംസിനെ കാണാത്ത, മറ്റു വെർട്ടിബ്രേറ്റ്സിൽ കാണാത്ത ഒരു സംഭവമാണ്. ദ പവർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആണ് ബേർഡ്സ്. അപ്പൊ ഈ ബേർഡ്സിനെ പറക്കാൻ സഹായിക്കുന്നത് അവരുടെ പവർഫുൾ മസ്കുലാർ സിസ്റ്റമാണ്, മസിൽസ്. അപ്പോൾ ബേർഡ്സിലുള്ള ഫ്ലൈറ്റ് മസിൽസ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പൊ പീജിയനിൽ മാത്രമല്ല ഏതൊരു ബേർഡ്സിലും അവരുടെ ബോഡിയിൽ കാണുന്ന മേജർ ഫ്ലൈറ്റ് മസിൽ എന്ന് പറയുന്നത് പെക്ട്രൽ മസിൽസ് ആണ്. മേജർ ഫ്ലൈറ്റ് മസിൽസ് എന്ന് പറയുന്നത് പെക്ട്രൽ മസിൽസ് ആണ്. ബ്രസ്റ്റ് റീജിയനിൽ, ചെസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് റീജിയനിൽ കാണുന്നത് കൊണ്ട് ഇതിനെ ബ്രസ്റ്റ് മസിൽസ് എന്ന് വിളിക്കും. ഇത് കൂടാതെ മേജർ മസിൽസ് ആണ് പെക്ട്രൽ മസിൽസ്. ഇത് കൂടാതെ ചില മൈനർ മസിൽസ് ചെറിയ ചെറിയ മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്നത്. അങ്ങനെയുള്ള മൈനർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് ആക്സസറി മസിൽസും ടെൻസർ മസിൽസും. ഓക്കെ, അപ്പൊ മേജർ മസിൽസ് എന്ന് പറയുന്നത് പെക്ട്രൽ മസിൽസ് ആണ്. അതിനെ ബ്രസ്റ്റ് മസിൽസ് എന്ന് വിളിക്കും. പിന്നെയുള്ള ഇതാണ് ആക്സസറി മസിൽസും ടെൻസർ മസിൽസ്. സോ വി ക്യാൻ സീ വൺ ബൈ വൺ. സോ ഫസ്റ്റ് ഇസ് ദ പെക്ടറൽ മസിൽ. പെക്ട്രൽ മസിൽസ് വളരെ പവർഫുൾ ആയിട്ടുള്ള, നമ്മളെ ബേർഡ്സ് പറക്കുക എന്ന് പറയുമ്പോൾ ദേ ആർ മൂവിങ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി അല്ലേ. നമ്മളൊരു ചെറിയ റോക്കറ്റ് പോലും വിടണമെങ്കിൽ നമുക്ക് എത്ര എനർജി സ്പെൻഡ് ചെയ്യണം മുകളിലേക്ക് പറത്തണമെങ്കിൽ. പക്ഷെ ബേർഡ്സ് എത്ര ഈസി ആയിട്ടാണ് പറക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്രാവിറ്റീനെ ഓവർകം ചെയ്തിട്ട് ഒരു ബേർഡിന് ഫ്ലൈ ചെയ്യണമെങ്കിൽ they have to spend that much of energy. So their flight muscles is that much power. അപ്പൊ നമ്മള് സ്കെലറ്റൽ സ്ട്രക്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേർണം പോർഷനിൽ ഒരു കീൽ പറഞ്ഞിട്ടുള്ള ഒരു ബ്രോഡ് പോർഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇതൊരു മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ പെക്ട്രൽ മസിൽസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മസിൽസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി. ദ കീൽ ഓഫ് ദി സ്റ്റേർണം. അപ്പൊ ബേർഡ്സിന്റെ വിങ്സ്, ബേർഡ്സ് പറക്കാന്ന് പറയുമ്പോൾ വിങ്സിന് അപ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും ഉണ്ടാവും. ഇതിനെ സഹായിക്കുന്നത് ഈ പെക്ടറൽ മസിൽസ് ആണ്. മേജർ മസിൽസ് ആയിട്ട് പെക്ടറൽ മസിൽസ്, വിങ്സ് താഴേക്കും മുകളിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡീപ്ലി കാരിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ കൂർത്ത ഒരു കീൽ പോർഷൻ കാണുന്നത്. ഇനി അപ്പൊ ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് പവർഫുൾ മസിൽസ് ആണ് പെക്ട്രൽ മസിൽസ്. ഈ പെക്ട്രൽ മസിൽസ് തന്നെ രണ്ട് സെറ്റ് ആയിട്ടാണ് കാണുന്നത്. There are two sets of pectoral muscles. ഒന്ന് പെക്ട്രാലിസ് മേജർ എന്ന് പറയും, രണ്ട് പെക്ട്രാലിസ് മൈനർ എന്ന് പറയും. ഓക്കെ, അതിന്റെ വലിപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അങ്ങനെ പേര് കൊടുക്കുന്നത്. അപ്പൊ പെക്ട്രാലിസ് മേജറും പെക്ട്രാലിസ് മൈനറും. ഇനി പെക്ട്രാലിസ് മേജർ ആ പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ ദിസ് ദ മോസ്റ്റ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ഓഫ് ദ ഫ്ലൈറ്റ്. ഇത് ശരിക്കും ഡൗൺ സ്ട്രോക്കിനെ സഹായിക്കുന്നതാണ്. പെക്ട്രൽ മസിൽസ്, പെക്ട്രാലിസ് മേജർ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രോക്കിന്, അതായത് വിങ്സ് താഴേക്ക് ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പെക്ട്രാലിസ് മേജർ. സോ ദിസ് ഇസ് കോൾഡ് ആസ് എ ഡിപ്രസർ മസിൽ. ഡിപ്രസർ മസിൽ. ഇനി ഒരു സ്കെലിറ്റൽ മസിൽ ആവുമ്പോൾ ഇതിന്റെ ബോഡി പോർഷനെ നമ്മൾ ബെല്ലി എന്നാ പറയാ. രണ്ടറ്റവും എന്തായിരിക്കും? ടേപ്പറിങ് ആയിരിക്കും, ഫാസിക്കിൾ അല്ലേ. ഈ ടേപ്പറിങ് എൻഡ്സ് ടെൻഡൻസ് വെച്ചിട്ടാണ് ബോൺസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് അറിയണ്ടാവും. ഇനി ഒരു സ്കെലിറ്റൽ മസിലിന് രണ്ട് പോയിന്റ്സ് ഉണ്ടാവും, ഈ രണ്ട് ടെൻഡൻസ്. അതിന് ഒന്നിനെ പോയിന്റ് ഓഫ് ഒറിജിൻ എന്നും ഒന്നിനെ പോയിന്റ് ഓഫ് ഇൻസേർഷൻ എന്നാണ് വിളിക്കുക. സാധാരണ മസിൽസിന്റെ അറേഞ്ച്മെന്റ് ആയിരുന്നു. ഈ പോയിന്റ് ഓഫ് ഒറിജിൻ സാധാരണ ഒരു ലെസ് മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ ബോൺ ആയിരിക്കും. പോയിന്റ് ഓഫ് ഇൻസേർഷൻ എന്ന് പറയുന്നത് മോർ മൂവബിൾ ബോൺ ആയിരിക്കും.
അപ്പൊ എപ്പോഴും മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത് എവിടുന്ന് എങ്ങനെയാണോ, ഈ പോയിന്റ് ഓഫ് ഇൻസേർഷൻ ഇവിടെ നിൽക്കും, ഇവിടുന്ന് ഇങ്ങോട്ടാ കൺട്രാക്ട് ചെയ്യും. അതായത് the more movable bone will be pulled towards the less movable or immovable bone. അല്ലെ? അതാണ് അപ്പൊ നമ്മൾ ഡൗൺ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ പോയിന്റ് ഓഫ് ഒറിജിൻ, പെക്ടറാലിസ് മേജറിന്റെ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ദിസ് ഇസ് ഫ്രം ദ സ്റ്റേർണൽ കീൽ ആൻഡ് ക്ലാവിക്കിൾ. അവിടെയാണ് പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇതിന്റെ പോയിന്റ് ഓഫ് ഇൻസേർഷൻ വരുന്നത് ലോവർ സൈഡ് ഓഫ് ദ ഹ്യൂമറസ്. അപ്പൊ ഇത് കൺട്രാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇവിടെ നിങ്ങളുടെ കൺട്രാക്ട് ചെയ്യുക, അതായത് നമ്മുടെ ഹ്യൂമറസ് ബോണിനെ താഴേക്ക് വലിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഡിപ്രസർ മസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡൗൺ സ്ട്രോക്ക് ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് പെക്ടറാലിസ് മേജർ. ഓക്കെ, വിങ്സ് താഴേക്ക് മൂവ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് പെക്ടറാലിസ് മൈനർ. കുറച്ച് ചെറുതാണ്. ഇതിനെ സബ്ക്ലേവിയസ് മസിൽ എന്നും സുപ്രാകോറക്കോയിഡിയസ് മസിൽ എന്നൊക്കെ പറയും. ഇനി ഈ മസില് ഒരു എലിവേറ്റർ മസിലാണ്. ഇത് ഡിപ്രസറാന്ന് പറഞ്ഞു അല്ലെ, താഴേക്ക് ഡൗൺ സ്ട്രോക്ക് ഉണ്ടാക്കണം. അപ്പൊ എലിവേറ്ററിന്റെ പണി എന്തായിരിക്കും, അപ് സ്ട്രോക്ക് അല്ലെ, അപ് സ്ട്രോക്ക്. വിങ്സ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അതായത് റിക്കവറി താഴേന്ന് വന്ന് മുകളിലേക്ക് പോകും, റിക്കവറി ആൻഡ് അപ് സ്ട്രോക്ക്. ഇത് പെക്ടറാലിസ് മേജറിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് കാണുന്നത്. മേജറിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് പെക്ടറാലിസ് മൈനർ കാണുന്നത്. ഇതിന്റെ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് അഗെയിൻ സ്റ്റേർണം ആണ്, ആന്റീരിയർ പോർഷൻ ഓഫ് ദ സ്റ്റേർണം. ഇതിന്റെ പോയിന്റ് ഓഫ് ഇൻസേർഷൻ നോക്കുക, ഇത് ഇങ്ങനെ വന്ന് നമ്മുടെ ഫൊറാമൻ ട്രയോസിയം പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലെ. ഫൊറാമൻ ട്രയോസിയത്തിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതിന്റെ ടെൻഡൻ എന്ത് ചെയ്യുമോ, ഹ്യൂമറസിന്റെ മുകൾ ഭാഗത്ത് പോയിട്ട് അറ്റാക്ക്, ഡോർസൽ സൈഡ് ഓഫ് ഹ്യൂമറസ്, മുകൾ ഭാഗത്ത്. അതുകൊണ്ടാണ് ഇത് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഹ്യൂമറസ് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ ദ അപ്സ്ട്രോക്ക് ഇസ് ബ്രോട്ട്. അപ്പം ഇതാണ് ഇത് പെക്ടറാലിസ് മേജറും പെക്ടറാലിസ് മൈനറും. അപ്പൊ ഇത് രണ്ടും മേജർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ദി downward movement as well as upward movement of the wings. വിങ്സ് താഴേക്കും മുകളിലേക്കും ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇനി വരുന്ന മസിൽസ് മൈനർ മസിൽസ് ആണ്. ഒന്ന് ആക്സസറി മസിൽസ് നമ്മൾ പറഞ്ഞു. ആക്സസറി മസിൽസ് അപ്പൊ പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ സ്മോളർ മസിൽസ് ആണ് ആക്സസറി മസിൽസ്. ദ മേജർ ആക്സസറി മസിൽസ് ആയിട്ട് വരുന്നത് ഒന്ന് കൊറാക്കോ ബ്രാക്കിയാലിസ് ഉണ്ട്, പിന്നെ കൊറാക്കോ ഹ്യൂമറാലിസ് ഉണ്ട്. സോ ദേ ഒറിജിനേറ്റ്, ആ പോയിന്റ് ഓഫ് ഒറിജിൻ ആണ് പറയുന്നത്, ദേ ഒറിജിനേറ്റ് ഫ്രം ദി കോറക്കോയിഡ് ബോൺ ആൻഡ് ഓൾസോ ദി ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റേർണം. ഇതിന്റെ ഇൻസേർഷൻ, പോയിന്റ് ഓഫ് ഇൻസേർഷൻ വരുന്നത് ഇറ്റ് ഇസ് ഇൻസേർട്ടഡ് ടു ദ ലോവർ സൈഡ് ഓഫ് ദ ഹ്യൂമർ. And ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ they bring about the rotatory movement of the wings. Rotatory movement. ഇനി അടുത്തത് വരുന്നത് ടെൻസർ മസിൽസ് ആണ്. ടെൻസർ മസിൽസ്. സോ ഇത് ചെറിയ മസിൽസ് ആണ്. പെറ്റേജിയൽ മസിൽസ് എന്ന് പറയും. ഇത് they are seen in the pre-patagium and post-patagium. Pre-patagium, post-patagium ഒക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മോർഫോളജി പറഞ്ഞപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. വിങ്സ് സെഡ് ഷേപ്പിൽ ബോഡിയുടെ പിന്നിലേക്ക് മടക്കി വെക്കാൻ സഹായിക്കുന്നതാണ് പ്രീ പെറ്റേജിയം ആൻഡ് പോസ്റ്റ് പെറ്റേജിയം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്ന പെറ്റേജിയൽ മസിൽസിനെയാണ് ടെൻസർ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിങ്സ് ഇങ്ങനെ സെഡ് ഷേപ്പിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ബോഡിയുടെ പിന്നിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും പറക്കുന്ന സമയത്ത് ഇത് സ്ട്രെച്ച് ചെയ്യാനും ഔട്ട് സ്ട്രെച്ച് ചെയ്യാനും സഹായിക്കുന്നതാണ് ഈ ടെൻസർ മസിൽസ്. ഇത് 4 സെറ്റ്, 4 സെറ്റ്സ്. ടെൻസർ ലോങ്കസ് എന്ന് പറയും, ടെൻസർ ബ്രെവിസ് ഉണ്ട്, ടെൻസർ ആക്സസോറിയസ് ഉണ്ട്, ടെൻസർ പോസ്റ്റീരിയോറസ് ഉണ്ട്. 4 സെറ്റ്. ഇനി ടെൻസർ ലോങ്കസ്
They originate from the anterior part of the carpometacarpus, and they run along the outer border of the prepatagium, and it gets inserted to the head of the human. ഇനി ടെൻസർ ബ്രെവിസ് നോക്കുമ്പോൾ ഇത് ബൈസെപ്സ് മസിൽസിന്റെ ഇടയിലാണ് ഇതിന്റെ ലൊക്കേഷൻ. ഓക്കെ, ടെൻസർ ബ്രെവിസ്. ഇനി ടെൻസർ ആക്സസോറിയസ് നോക്കുന്നത് runs along the prepatagium. ഇനി tensor posterioris, this is seen associated with the postpatagium. അപ്പോൾ ഈ വിങ്സിനെ ഔട്ട്സ്ട്രെച്ച് ചെയ്യാനും മടക്കി ബോഡിയുടെ പിന്നിലേക്ക് വെക്കാനും സഹായിക്കുന്നതാണ് ഈ ടെൻസർ മസിൽസ് അല്ലെങ്കിൽ പെറ്റേജിയൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ബേർഡ്സിന്റെ ബോഡിയിൽ കാണുന്ന മേജർ ആയിട്ടുള്ള ഫ്ലൈറ്റ് മസിൽ. അപ്പ് സ്ട്രോക്ക്, ഡൗൺ സ്ട്രോക്ക്, റൊട്ടേറ്ററി മൂവ്മെന്റ്, ഫോൾഡിങ്, ഇത്രയുമാണ് ഈ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ചെയ്യുന്നത്. പെക്ടറൽ മസിൽസ്, ആക്സസറി മസിൽസ്, ടെൻസർ. ഇത്രയേ ഉള്ളൂ ഫ്ലൈറ്റ് മസിൽസ് ഓഫ് ദി പീജ്. So this is a pectoralis major. ഇത് ആ സ്റ്റേണത്തിന്റെ കീൽ പോർഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ കീലിലാണ് ഇത് ബൈൻഡ് ചെയ്തത്. സ്റ്റേണത്തിന്റെ കീൽ പോർഷൻ, കാരണൽ പോർഷൻ bound to the pectoral muscles, they are bound to the sternum. പക്ഷെ ഇവിടെ അങ്ങോട്ട് അങ്ങനെ മുകളിലേക്ക് വിങ്സിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ആ ചെസ്റ്റ് റീജിയനിൽ കാണുന്ന ഒരു ബേർഡിന്റെ ബോഡിയിൽ കാണുന്ന മേജർ ഫ്ലഷ് എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് മസിൽസ് തന്നെയാണ്. അതിന്റെ സ്റ്റേർണം പോർഷൻ, ബ്രസ്റ്റ് റീജിയനിൽ കാണുന്ന മസിൽസ് ഫ്ലൈറ്റ് മസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ they make up about 35% of the total body weight. ബാക്കി ഭാഗങ്ങളിലൊന്നും അധികം ഫ്ലഷ് കാണില്ല. ബേർഡ്സിന്റെ ബോഡിയിലുള്ള ഫ്ലഷ് പോർഷൻ എന്ന് പറയുന്നത് മേജർ മസിൽസ് തന്നെയാണ്.